എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അങ്ങനെ അറിയാം. നമുക്ക് ഡിവൈൻ്റെ എന്തെങ്കിലും കണക്ഷൻ ആണോ എന്നൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്യണം. പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉള്ളതാണ്. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കാർഡ്സ് ഒന്ന് എടുക്കാം. ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എന്തുവെന്ന്. ബോട്ടം വന്നേക്കുന്നത് ട്യൂസേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ. എന്തോ ഒരു ചെറിയ കൺഫ്യൂഷനും എന്താ ഇനിയും ബ്രേക്കപ്പ് ആയിരിക്കാം. അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട്, എന്താ ചെറിയൊരു മിസ്സിങ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ബാക്കി കാർഡ്സൊക്കെ നോക്കാം എന്തുവെന്ന്. 4 of Wands, 7 of Cups, Ace of Wands, Hermit, King of Cups, 7 of Pentacles, 3 of Swords, 6 of Pentacles, 6 of Swords, Justice. ഇത്രയും കാർഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം നമുക്ക്. ബോട്ടം വന്നാൽ ഞാൻ പറഞ്ഞ 2 of Swords ആണ് വന്നിരിക്കുന്നത്. 4 of Wands വന്നപ്പോൾ നിങ്ങൾ ഭയങ്കര നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ആയതിന് ശേഷം ഭയങ്കര സന്തോഷം, സ്നേഹവും നിങ്ങളെ കണ്ട് ആഘോഷം പോലായിരുന്നു കൊണ്ടു നടക്കുന്ന ആ നിമിഷങ്ങൾ അത്രയും. 4 of Wands വന്നേക്കുന്നതിൻ്റെ എനർജി അതാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത്, ഈ ലോകം പോലും മറന്ന് നിങ്ങൾ ജീവിക്കുക, അത്ര സന്തോഷവും സ്നേഹമായിരുന്നു. പിന്നെ 7 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് ചോയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനൊക്കെ എന്തൊക്കെയോ ഒരു ചാൻസസ് ഈ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പൈസ ഉണ്ടാക്കണം, എന്നാലും ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ എപ്പോഴും പൈസ വേണം എന്നൊക്കെ ഒരു എനർജി ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ചാൻസ് നിങ്ങളുടെ മുമ്പിൽ പൈസ ഉണ്ടാക്കാനുള്ളത് ഡിവൈനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ അതിലൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അതിൽ ജയിക്കണം, മുൻപിലെത്തണം എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് തോന്നി. അതുവരെ നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോകുന്നുള്ളൂ. പക്ഷേ ഈ ആൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, ജീവിക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിൽ തോന്നി തുടങ്ങി. പിന്നെ Ace of Wands ആണ് വന്നിരിക്കുന്നത്. ഒരു തുടക്കമാണ് പുതിയത്. അത് നിങ്ങൾ എന്തുവാ ഈ ഒരു ആൾ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളൊക്കെ എന്തൊക്കെയോ നിങ്ങൾ ഡിവൈനായിട്ട് കൊണ്ടുവരുന്നതും അല്ല, നിങ്ങൾ നേരത്തെ വല്ലതും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുവരെ എല്ലാം അടിച്ചും വിഷമിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്പിരിച്വലി ഒരുപാട് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട്, അവരുടെ ഈ വരവ് നിങ്ങളെ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇത്രമാത്രം സ്നേഹം ഒരാൾക്ക് തരാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്നേഹത്തിന് പോലും ഇത്രയും സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു മനസ്സിലായത് ഈ ഒരു സമയമാണ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം. അപ്പം കിങ് ഓഫ് കപ്സ് വന്നേക്കുന്നതാണ്. 7 of Pentaclesൻ്റെ എനർജി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, ജീവിക്കണം, മുമ്പോട്ട് പോകണമെങ്കിൽ എന്തായാലും നമുക്ക് പൈസ വേണമെന്നൊരു എനർജി നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ 3 of Swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്.
നിങ്ങളെ ഒരുപാട് ആൾക്കാർ വിഷമിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഇപ്പം നിങ്ങൾ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുവാണ്. കാരണം ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് പൂർണ്ണമായും കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് അത്രയും തിരിച്ച് കിട്ടിയിട്ടില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു കുറവുണ്ട്. ഈ ആൾ വന്നതിന് ശേഷം നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ട് എല്ലാ സ്നേഹവും അവർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ തിരിച്ച് അത്രയും നൽകിയിട്ടില്ല. നിങ്ങൾക്ക് കുറവാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടായിരിക്കും കുറഞ്ഞു പോയത്. പിന്നെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. കാരണം നിങ്ങൾ ഈ കാണുന്ന ആളുടെ അല്ല, നിങ്ങളുടെ ഉള്ളിലൊരു സോളുണ്ട്. ആ ഒരു സോളിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങളെ എത്തിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ഈ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആൾ വന്നതിന് ശേഷം അതാണ് സ്പിരിച്വലൊക്കെ നിങ്ങൾ ഇത്രയും ഉയർന്നേക്കുന്നത്. ഇത് ജസ്റ്റിസ് ആണ്. എല്ലാം യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്. ഈ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ, നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരണം, നിങ്ങളെ മാറ്റിയെടുക്കണമെന്ന് ജസ്റ്റിസാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മാറിയതും ഇയാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഒക്കെ കാരണം അതാണ്. എല്ലാം ഡിവൈൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇതാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളിലുള്ള മാറ്റവും നിങ്ങളുടെ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ പോയിക്കുവാണ്, നല്ല ഉയരത്തിൽ വന്നിക്കുവാണ്. കാരണം സ്പിരിച്വലി പൈസയുടെ കാര്യത്തിലും നിങ്ങളുടെ ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കഴിവും എല്ലാത്തിലും നിങ്ങൾ ഹൈയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെസ്സേജ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.